നമ്മുടെ കണ്ണ് മണവാളിന്റെ രൂപത്തിന് അപ്പുറമായി, നമ്മുടെ കാത് അവന്റെ ശബ്ദത്തിന് അപ്പുറമായി, നമ്മുടെ മനസ്സ് അവന്റെ സാന്നിധ്യത്തിനപ്പുറമായി വഴിപിഴച്ചു പോകാറുണ്ട്. ഈ വഴിത്തെറ്റുകൾ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പുണ്യ അനുഷ്ഠാനമായി ഈ നോമ്പിനെ തിരിച്ചറിയുക. കേവലം ഭക്ഷണവർജനത്തിൻ്റെ അധികരിച്ച പ്രാർത്ഥനാശീലത്തിനും അപ്പുറമായി ഇത് മണവാട്ടിയുടെ ജീവിതബദ്ധമായ ഒരു അനുഷ്ഠാനമാണ്. നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളാണ്. എവിടെയാണ് നമുക്ക് വഴിപിഴയ്ക്കുന്നത്? എവിടെയാണ് ഞാൻ വഴിമാറി സഞ്ചരിച്ചത്? ഇത് കൃത്യമായി തിരിച്ചറിയുവാനും മണവാട്ടിയുടെ വ്രതശുദ്ധമായ പഴയ കാത്തിരിപ്പിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുവാനും നിരന്തരം നമ്മെ പ്രേരിപ്പിക്കുന്ന ചില വീണ്ടുവിചാരങ്ങൾക്കും ചില തിരിച്ചറിവുകൾക്കും നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില ദിനങ്ങളായി, നിമിത്തങ്ങളായി, മുഖാന്തരങ്ങളായി ഈ ദിനം മാറുമ്പോഴാണ് ഈ അനുഷ്ഠാനം സംഗതമായി ഫലകരമായി മാറുക. ഈ അന്തരീക്ഷത്തിൽ ഈ രാത്രിയുടെ ആലോചനകൾക്ക് ആധാരമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ പരിചിതമായ ഒരു പഴയ നിയമ വാക്യമാണ്. നമുക്കേറെ പരിചിതനായ മഹത്വമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് വളരെ പരിചിതവും നമ്മുടെ ഏറെ അടുത്ത് നിൽക്കുന്നതുമായ വേദപുസ്തക ഭാഗമാണ്. അതിൻ്റെ വിശദമായ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് വളരെ പരിചിതമാണ്. BC 8-ാം നൂറ്റാണ്ടിൽ പ്രവചനധർമ്മം നിർവഹിക്കുന്ന യെശയ്യാവിൻ്റെ പ്രവചനം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണല്ലോ. ദൈവജനത്തിൻ്റെ ദാരുണമായ ഒരു ചിത്രത്തിൻ്റെ നേർക്കാഴ്ചയാണ് യെശയ്യാവിൻ്റെ പ്രത്യേകിച്ച് 1-ാം അധ്യായം. ഹനനയാഗങ്ങളുടെ ബാഹുല്യത്തിൽ അസ്വസ്ഥനാകുന്ന, ധൂപങ്ങളിൽ വല്ലാതെ മുഖം തിരിക്കുന്ന, ഉത്സവങ്ങളിൽ പെരുന്നാളുകളിൽ മുഷിയുന്ന ഒരു ദൈവത്തിൻ്റെ വേറിട്ട ചിത്രമാണ് പ്രവാചകൻ അവതരിപ്പിക്കുക. കഠിനമായി ദൈവജനത്തിന് നേരെ കുറ്റമാരോപിക്കുന്ന, ഇസ്രായേലിനെ, യഹൂദയെ നിശിതമായി വിമർശിക്കുന്ന പ്രവാചകനാണ്. അത്രയ്ക്ക് ദീനമായ ദൈവജനത്തിൻ്റെ ജീവിത ചിത്രമാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുക. 1-ാം അധ്യായത്തിൻ്റെ ഒട്ടുമിക്ക വാക്യങ്ങളും നമുക്ക് പരിചിതമാണ്. പല ഗീതങ്ങളിലും നാം ആവർത്തിക്കുന്ന ഈരടികൾ, പലപ്പോഴും പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളൊക്കെ 1-ാം അധ്യായത്തിൽ നമുക്കേറെ പരിചിതവും അടുപ്പവും ഉള്ളവയാണ്. 12-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് സങ്കീർത്തനക്കാരന് ദീനമായ ഒരു പ്രലാപ ശബ്ദത്തോടെയാണ്. യഹോവ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഭക്തനായ മനുഷ്യൻ ശിരസ്സുയർത്തി ചുറ്റും നോക്കി ചങ്ക് തകർന്നുപോയി. വല്ലാതെ ഭയന്നു പോകുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവയോട് രക്ഷിക്കണം, ഭക്തനില്ല. കാരണം താൻ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിലെങ്ങും ഭക്തനെ കാണാനില്ല. ഭക്തന്മാർ അന്യമായി പോകുന്ന തലമുറ കണ്ട് ഞടുങ്ങിപ്പോകുന്ന, വല്ലാതെ വിലപിക്കുന്ന സങ്കീർത്തനക്കാരൻ. കാരണം അവനറിയാം, ഭക്തനില്ലാത്ത തലമുറയും നീതിമാനില്ലാത്ത സമൂഹവും നശിക്കും ഉറപ്പാണ്. യഹോവയ്ക്ക് ഏറെ പ്രീതിയുള്ള മനുഷ്യൻ പണ്ട് യഹോവയോടൊന്ന് സംസാരിക്കുവാൻ അനുവാദം ചോദിക്കുന്നുവല്ല. 50 ആരംഭിച്ച് 10 അവസാനിക്കുകയാണ്. 10 നീതിമാനുണ്ടെങ്കിൽ നീ ഉറപ്പാക്കിയ നാശം ഒഴിവാക്കുമോ എന്ന് അബ്രഹാം യഹോവയോട് അപേക്ഷിക്കുകയാണ്. ഒരു ഭക്തനെ പോലും പേരിന് കിട്ടാഞ്ഞിട്ട് സോദോമും ഗോമോറയും നശിക്കുന്നത് ചരിത്രത്തിൽ നാം ഇന്നും ഓർക്കുന്ന
നാശത്തിൻ്റെ പഴയ പാഠമല്ലേ? നമുക്ക് വിചാരിക്കുന്നു നമ്മുടെ കാലിൻ്റെ ബലം കൊണ്ട്, കൈയുടെ കരുത്തുകൊണ്ട്, തലയുടെ വലിപ്പം കൊണ്ടാണ് നമ്മുടെ കുടുംബവും തലമുറയും സമൂഹവും ഇത്രമാത്രം ഗതി പിടിച്ചിരിക്കുന്നത് എന്നാണ്. വല്ലാത്ത അബദ്ധധാരണയാണ്. നമ്മുടെ കാലിൻ്റെ ബലവും കൈയിൻ്റെ കരുത്തും തലയുടെ വലിപ്പവും ഒന്നുമല്ല സഹോദരങ്ങളെ. ഇന്നും അങ്ങും ഇങ്ങുമുള്ള ചില മനുഷ്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ തലമുറ, നമ്മുടെ സമൂഹം ഗതി പിടിക്കുന്നത് എന്ന് മറക്കരുത്. ഭക്തനില്ലാതെ പോയാൽ സമൂഹം നശിക്കും. നീതിമാൻ അന്യമായി പോയാൽ തലമുറ ഗതികെട്ടു പോകും. വരാനിരിക്കുന്ന ഈ അപകടം മുന്നിൽ കാണുന്ന മനുഷ്യനാണ് നുറുങ്ങുന്ന ഹൃദയത്തോട്, ഹൃദയവേദനയോട് തമ്പുരാനോട് അപേക്ഷിക്കുന്നത്, നീ രക്ഷിക്കണം, ഭക്തനെ എഴുന്നേൽപ്പിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറയിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഭക്തന്മാർ അപ്രത്യക്ഷമാകുന്നത്? 12-ാം സങ്കീർത്തനത്തിൽ തന്നെ ഉത്തരം വ്യക്തമാണല്ലോ. സങ്കീർത്തനക്കാരൻ പറയുന്നു, വിശ്വസ്തത മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തതയില്ലാത്ത ജനം പാർക്കുമ്പോൾ എവിടെയാണ് ഭക്തനുണ്ടാവുക? യഹോവ എങ്ങനെയാണ് മുഖം തിരിക്കാതിരിക്കുക? യഹോവ എങ്ങനെയാണ് അസ്വസ്ഥനാകാതിരിക്കുക? എങ്ങനെയാണ് അവൻ നമ്മോട് മുഷിയാതിരിക്കുക? സഹോദരങ്ങളെ, സ്തോത്രം പാടുന്ന നാവുകൊണ്ട് ദീനരായ മനുഷ്യരെ ബത്സിക്കുകയാണ്. യാഗമർപ്പിക്കുവാൻ നീട്ടുന്ന കരങ്ങൾ കൊണ്ട് ദരിദ്രന്മാരെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. പ്രാകാരത്തിൽ ചവിട്ടുന്ന കാലുകൾ അധമമായ ദുഷ്ടമാർഗത്തിലേക്ക് വല്ലാതെ വലിച്ചിഴക്കപ്പെടുകയാണ്. എന്തൊരു ഗതികെട്ട കാലമാണ്! പ്രവാചകന്റെ കാലം, സങ്കീർത്തനക്കാരന്റെ കാലം സമൃദ്ധിയുടെ കാലമാണ്. ഒന്നിനും കുറവില്ലാത്ത ദൈവജനത്തിന്റെ സമൃദ്ധമായ ഒരു കാലഘട്ടമാണ്. കൈക്കരുത്തുള്ള രാജാക്കന്മാർ രാജ്യഭാരം കൈയാളുന്നു. ഒന്നിനും കുറവില്ലാത്ത സമൃദ്ധിയുടെ കാലമാണ്. സമൃദ്ധിക്കൊത്ത യെരൂശലേം ദേവാലയം കമനീയമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മേധസ്സുള്ള കൊഴുത്തുള്ള ആട്ടുകൊറ്റന്മാരും മുട്ടാടുകളും എണ്ണമില്ലാതെ ദിനംപ്രതി യാഗമർപ്പിക്കപ്പെടുകയാണ്. പ്രസംഗിക്കുവാൻ പ്രാഗൽഭ്യമുള്ള ശാസ്ത്രിമാർ എഴുന്നേൽക്കുന്നു. കേൾക്കുവാൻ ജനം ഇരമ്പുന്നു. പെരുന്നാളുകളും ഉത്സവങ്ങളും കൊടുത്ത മേളങ്ങളായി ആഘോഷിക്കുവാൻ മടിയില്ലാത്ത ജനമാണ്. മതജീവിതത്തിൻ്റെ സമ്പന്നതയുടെ ഒരു സുന്ദര ചിത്രമാണ്. പക്ഷേ യഹോവ വല്ലാതെ അസ്വസ്ഥനാണ്. അവൻ വല്ലാതെ പരിഭവപ്പെടുകയാണ് ജനത്തോട്. അതുകൊണ്ട് പ്രവാചകന്റെ ദീനമായി ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി കരം നീട്ടുമ്പോൾ തമ്പുരാൻ മുഖം കോട്ടും. നീ അർപ്പിക്കുന്ന വിലപ്പെട്ട സുഗന്ധവാസന യഹോവയ്ക്ക് വെറുപ്പാണ്. യാഗത്തിൽ അവൻ എന്നെ മുഷിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, സമാനമല്ലേ നമ്മുടെ വർത്തമാനകാലം? അറിവുകളുടെ ഒരു അത്ഭുത ലോകമാണ്. വിവരങ്ങളുടെ ഒരു വിസ്മയ കാലമാണ്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ഒട്ടും ആവശ്യമില്ലാത്ത അത്ര അളവിൽ അറിവുകളും വിവരങ്ങളും. നമുക്ക് പുറത്തുള്ള എല്ലാറ്റിനെ കുറിച്ചും നന്നേ നമുക്ക് അറിയാം. ഒരു നിർഭാഗ്യമെന്നോണം നമുക്കിന്നും ഒന്നും അറിയാത്തത് നമ്മെക്കുറിച്ച് മാത്രമല്ലേ? ഈ പറയുന്ന എനിക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? എനിക്ക് പുറത്തുള്ള സമസ്ത കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് വല്ലാത്ത അറിവുള്ള മനുഷ്യനാണ്. വല്ലാത്ത നിർഭാഗ്യവാനാണ് ഞാൻ. എനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതിനേക്കാൾ അപ്പുറമായി എന്തു നിർഭാഗ്യമാണ് നമുക്കുണ്ടാവുക. ഈ പറയുന്ന ഞാൻ എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ഭൂമിയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തെക്കുറിച്ച് വേണമെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നിർവചനങ്ങൾ നമുക്ക് പരതി കണ്ടെടുക്കാനാവും. വളരെ നിസ്സാരമായി പറഞ്ഞാൽ അകത്തും പുറത്തുമുള്ള ചലനങ്ങളോടും മാറ്റങ്ങളോടും ആവശ്യങ്ങളോടുമുള്ള നിരന്തരമായ ഒരു പ്രതികരണമാണ് ഈ ഭൂമുഖത്തെ നമ്മുടെ ജീവിതം.
നിരന്തരമായി നാം പ്രതികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതികരണത്തിൽ എപ്രകാരം എനിക്ക് വിജയിക്കാനാകുന്നു എന്നതാണല്ലോ ഞാനെന്ന മനുഷ്യൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. പക്ഷേ മറ്റു പല മാനദണ്ഡങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വിജയം പരിഗണിക്കുന്നത്. എങ്ങനെ എനിക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നു എന്നതല്ല എനിക്ക് വിഷയം. അതിന് പുറത്ത് മറ്റു പല മാനദണ്ഡങ്ങളുമാണ് ഞാൻ സ്വീകരിക്കുക. സഹോദരങ്ങളെ, ഈ പ്രതികരണത്തിൽ നമുക്ക് എപ്രകാരം വിജയിക്കുവാൻ കഴിയുന്നുണ്ട്? ഏറെ പറഞ്ഞും ഒത്തിരി കേട്ടും അർത്ഥവും ആത്മാവും നഷ്ടപ്പെട്ട ഒരു ചെറിയ അക്ഷരക്കൂട്ടമുണ്ട്. രണ്ടേ രണ്ട് അക്ഷരങ്ങൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു വാക്കാണ്. ഈ രാത്രിയിൽ പ്രധാനമായും നമ്മുടെ മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കാൻ ഈ വാക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ ചില ചിന്തകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുക. ക്ലീഷേ എന്നൊരു പ്രയോഗം നമുക്ക് പരിചിതമാണ്. ആവർത്തനം മൂലം വിരസമായത് എന്നാണല്ലോ അതിൻ്റെ സൂചന. പറഞ്ഞും പറഞ്ഞും കേട്ടും കേട്ടും അർത്ഥം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞു വാക്കാണ് പാപം എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാനിത് പറയുമ്പോൾ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, എന്നേ ഇത് ക്ലീഷയായി മാറി. പാപമെന്ന് കേട്ടാലും പാപമെന്ന് പലപുരി ആവർത്തിച്ചുരുവിട്ടാലും എനിക്കൊന്നും തോന്നാത്ത നിസ്സംഗമായ ഒരനുഭവത്തിലാണ് നാം ജീവിക്കുക. പാപികൾ എന്നൊക്കെ നാം പറയുമ്പോൾ, കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, അങ്ങ് അട്ടപ്പാടിയിൽ ആദിവാസികളുണ്ട് എന്ന് പറയും മാതിരിയാണ്. നാമുമായി ഒത്തിരി അകലെ നിൽക്കുന്ന എന്തോ ഒന്നിനെക്കുറിച്ച് വെറുതെ പറയുന്ന മാതിരിയാണ് ഈ പാപമെന്ന് നാം ഇന്ന് വിചാരിക്കുക. സത്യത്തിൽ നാം ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വാക്കാണ് പാപം എന്ന് പറയുക. അല്ലാതെ വന്നാൽ നമ്മുടെ ജീവിതം കുപ്പക്കുന്നാകുമെന്നാണ് വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നാശത്തിലേക്ക് വേഗം വഴുതി വീഴും ഈ പാപം ഒരു സ്വാധീനമായി ഓർമ്മപ്പെടുത്തലായി നമുക്ക് മാറിയില്ലെങ്കിൽ. സത്യത്തിൽ സഹോദരങ്ങളെ, ഈ വാക്കിൻ്റെ ധ്വനിയും പ്രസക്തിയും എന്താണ്? ഈ വാക്കിൻ്റെ നിരുക്തി ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നാവും എന്നാണ് എൻ്റെ വിചാരം. പാപം എന്ന വാക്കിൻ്റെ എബ്രായ തത്സമം ഹദ എന്നാണ്. എബ്രായ ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ ഒന്നും യാതൊരു ആഴമായ വിവരമുള്ള ആളല്ല. എങ്കിലും ഈ സന്ദർഭത്തിൻ്റെ പ്രസക്തി കൊണ്ട് ഒന്ന് ശ്രമിക്കുന്നു എന്ന് മാത്രം. ഹദ എന്ന വാക്കിൻ്റെ റൂട്ട് മീനിങ് ടു മിസ് ദ മാർക്ക് എന്നാണ്. പരിചിതമായ അർത്ഥമാണ്. ലക്ഷ്യം തെറ്റുക, ഉന്നം പിഴയ്ക്കുക എന്നതാണ്. പാപം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഒരു ലക്ഷ്യം തെറ്റലാണ്, ഉന്നം പിഴയ്ക്കലാണ്. ലക്ഷ്യം അറിയുന്നവർക്ക് മാത്രമേ ലക്ഷ്യം തെറ്റുന്നത് തിരിച്ചറിയാനാവൂ. എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്ന ബോധമില്ലാത്തവന് വഴി തെറ്റുന്നത് തിരിച്ചറിയാനാകുക. സത്യത്തിൽ നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രതിസന്ധിയാണ്. എന്താണ് ലക്ഷ്യമെന്ന് അറിവില്ലാത്തത് കൊണ്ട് ലക്ഷ്യം തെറ്റുന്നത് നമുക്കൊരു പ്രശ്നമേ അല്ല. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമെന്താണ്? ഏറ്റവും ലളിതമായി, ഏറ്റവും നിസാരമായി പറഞ്ഞാൽ, യേശുതമ്പുരാൻ പണ്ട് പറഞ്ഞ വാക്യമാണ്. പർവ്വത പ്രസംഗത്തിലെ പരിചിതമായ വാക്യം വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യമാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. ദൈവത്തിൻ്റെ സൽഗുണ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ഈ ഭൂമുഖത്ത് നമ്മുടെ ജീവിതം. ഈ സൽഗുണപൂർണത നമുക്കൊരു വിഷയമായി തോന്നാതെ വന്നാൽ പിന്നെ എങ്ങനെയാണ്
പാപം നമുക്കൊരു പ്രശ്നമാവുക. ഈ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ നമുക്ക് വന്നുകൂടുന്ന എല്ലാ വീഴ്ചകളും സത്യത്തിൽ പാപമാണ്. നാം ഇന്ന് എല്ലാറ്റിനെയും റേറ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് കളിക്കാർ, ടെന്നീസ് കളിക്കാർ, ഇവരെയൊക്കെ സീഡ് റാങ്കിങ് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, സീഡിങ് റാങ്കിങ്. ഇന്ന് സ്റ്റാറിങ് ആണ്, സ്റ്റാർ ചെയ്യാണ്, റേറ്റിംഗ് ആണ്. നമ്മളിങ്ങനെ പാപത്തെ പോലും ഇങ്ങനെ സ്റ്റാർ കൊടുത്ത് റേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുഴുത്ത പാപം, മീഡിയം പാപം, നിസാര പാപം. നാം തന്നെ പാപത്തിൻ്റെ ഈ സീഡ് ചെയ്ത് റേറ്റ് ചെയ്ത് മാറ്റി തരംതിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുമപ്പുറം ഈ പാപമെന്നത് അടിസ്ഥാനപരമായി എൻ്റെ ജീവിതത്തിൻ്റെ ഗുണപരതയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ എത്തേണ്ടുന്ന ലക്ഷ്യത്തിൽ നിന്ന് എന്നെ വഴിമാറ്റുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ നമുക്കാകുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, മറക്കരുത്, പാപമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിലെ വഴിത്തെറ്റുകളാണ്, പിഴച്ചു പോകുന്ന ചുവടുവെപ്പുകളാണ്. ഗ്രീക്ക് ഭാഷയിൽ പാപമെന്നത് നമുക്കറിയാം, ഹാമാർട്ടിയ എന്ന വാക്കാണ്. ആ വാക്കിന്റെ റൂട്ട് മീനിങ് ടു മിസ് ദ മാർക്ക് എന്നാണ്. പക്ഷേ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഈ വാക്കിന് കൊടുക്കുന്നത് മനോഹരമായ ഒരു വിശകലനമുണ്ട്. ദുരന്ത നായകന്മാരുടെ ദാരുണമായ പതനത്തിലേക്ക് നയിക്കുന്ന ജീവിതത്തിൻ്റെ വീഴ്ചകൾ എന്നാണ്. ജീവിതത്തിൽ പരാക്രമികളായ വീരരായ മനുഷ്യർ ജീവിതത്തിൽ വല്ലാതെ ദാരുണമായി നിബദിച്ചു പോകുകയാണ്. അതിന് ചില ജീവിതത്തിൽ വീഴ്ചകൾ കാരണമാവുന്നു. ഈ വീഴ്ചകളെ കുറിക്കുവാനാണ് അരിസ്റ്റോട്ടിൽ ഹാമാർട്ടിയ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വിവരണം കടമെടുത്തുകൊണ്ട് അഭിമാനത്തോടെ നാമൊക്കെ പറയും, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിമഹത്തായ അനന്യമായ ആ ഉന്നതത്തിൽ നിന്ന് അങ്ങ് വല്ലാതെ വീണുപോകുവാൻ കാരണമാകുന്നത് എന്തോ, അതിൻ്റെ പേരാണ് പാപം. സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ വാക്ക് എത്രയോ സൂക്ഷ്മമായി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നാം ധ്യാനിച്ചേ മതിയാകൂ. എന്താണ് പാപം? ഇതിനെ ഒരു വിശകലനത്തിന് വേണ്ടി ഒന്ന് രണ്ട് ചിന്തകൾ പങ്കിടാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, പാപമെന്ന് പറയുന്നത് അതിരുകളും അരുതുകളും അതിലംഘിക്കുന്നതാണ് പാപം. വചനത്തിൻ്റെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തലാണ്, അതിരുകളും അരുതുകളും അതിലംഘിക്കുന്നതാണ് പാപം. ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി നാം ജീവിക്കുന്നത് വല്ലാത്ത ഒരു കാലത്താണ്. ഒരു വശത്ത് പുരോഗതിയുടെ എല്ലാ അടയാളങ്ങളും സ്പഷ്ടമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായ വികാസത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഓരോ കാലത്തെയും ചില പ്രത്യേക വിശേഷണങ്ങൾ കൊണ്ട് സാമൂഹ്യ പണ്ഡിതർ ഓരോ കാലത്തെയും അടയാളപ്പെടുത്താറുണ്ട്. നാം പാർക്കുന്ന ഈ വർത്തമാനകാലത്തെ വിശേഷിപ്പിക്കുന്നത് സത്യാനന്തര യുഗം, പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നാണല്ലോ. സത്യാനന്തര യുഗം എന്നാണ്. സത്യത്തിനും യാഥാർത്ഥ്യങ്ങൾക്കും പ്രസക്തിയില്ലാത്ത ഒരു കെട്ട കാലമല്ലേ. നമ്മുടെ ഭാഷാ പ്രയോഗം പോലും വല്ലാതെ മാറി. കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ഭാഷാ പ്രയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. അതിലേറെ ശ്രദ്ധേയമായൊരു വാക്കാണ് വെർച്വൽ എന്നതാണ്. ജീവിതം മുഴുവനും വെർച്വലായ ഒരു വല്ലാത്ത കാലമാണ്. ഈ കാലം ഞാൻ പറയും തോന്നിപ്പിക്കലിൻ്റെ, തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ കാലമാണ്. യാഥാർത്ഥ്യത്തിന് ഒട്ടും പ്രസക്തിയില്ല, തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. വല്ലാതെ വിദ്യാഭ്യാസമുള്ള, വിവര സാങ്കേതിക വിദ്യകളുടെ പരിജ്ഞാനമുള്ള, ഏറെ ലോക
അനുഭവമുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. ഏത് വിഷയത്തെക്കുറിച്ചും അനായാസേന എന്തും സംസാരിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള, വിജ്ഞാനമുള്ള, വിവരമുള്ള മനുഷ്യരാണ്. പക്ഷെ ഞാൻ പറയും, ഇതൊന്നുമില്ലാതിരുന്ന കഴിഞ്ഞ തലമുറകളെക്കാൾ ഞാനും നിങ്ങളും ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനുഷ്യരാണ്. വിദ്യാഭ്യാസത്തിനും ജ്ഞാനത്തിനും വിവരത്തിനും അപ്പുറം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനുഷ്യരാണ് ഞാനും നിങ്ങളും. ലോകം വല്ലാതെ നമ്മളെ പറഞ്ഞു പറ്റിച്ചു സഹോദരങ്ങളെ. ഈ ലോകം പറയുന്നത് ജീവിതം അടിപൊളിയായി ആസ്വദിക്കണമെങ്കിൽ 2 വാക്കുകൾ ജീവിതത്തിൽ ഉപേക്ഷിക്കണം. ഒന്നാമത്തെ വാക്ക് അതിര്, രണ്ടാമത്തെ വാക്ക് അരുത് എന്നാണ്. അതിരുകളില്ലാത്ത ലോകത്ത് അരുതുകളില്ലാതെ ജീവിക്കണം. ഒന്നിനും ഒരിടത്തും ഒരു അതിരുകളും അതിർത്തികളും ഉണ്ടാവരുത്. കണ്ണിനും കാതിനും മനസ്സിനും നിരൂപണങ്ങൾക്കും നിലവുകൾക്കും ഇഷ്ടങ്ങൾക്കും രുചികൾക്കും ആസ്വാദനങ്ങൾക്കും ബന്ധങ്ങൾക്കും സമീപനങ്ങൾക്കും നിലപാടുകൾക്കും എന്തിന് സ്വപ്നങ്ങൾക്ക് പോലും ഒരു അതിരുമുണ്ടാവരുത്. അതിരുകളില്ലാതെ ജീവിക്കണം. ഒന്നിനും അരുതുകൾ പാടില്ല. പക്ഷെ വചനം അടിവരയിട്ട് അസന്ദിഗ്ധമായി ഓർമ്മിപ്പിക്കുന്നു, അതിരുകളും അതിർത്തികളും അതിലംഘിച്ചാൽ ജീവിതത്തിൽ നാശം ഉറപ്പാണ്. സൃഷ്ടിയുടെ വിവരണം പരിചിതമാണല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ നാം കാണുന്നുണ്ടല്ലോ, മനുഷ്യന്റെ മുമ്പിലേക്ക് തമ്പുരാൻ കൊടുക്കുന്ന ആദ്യത്തെ ടാസ്ക്. സത്യത്തിൽ മനുഷ്യന് പാർക്കുവാൻ തമ്പുരാൻ ഉദ്ദേശിച്ചത് പറുദീസയല്ലായിരുന്നു. വിശാലമായ പറുദീസയുടെ സുന്ദരമായ തോട്ടം. 2 മനുഷ്യർ. കുറെ ദിവസങ്ങളായി ഇവർ ഇങ്ങനെ വല്ലാതെ ഈ തോട്ടത്തിൽ വിഹരിക്കുകയാണ്. ഒരു സന്ധ്യയ്ക്ക് യഹോവ ഇവരെ സമീപിക്കുന്നു. ആദ്യ മനുഷ്യരുടെ മുമ്പിലേക്ക് ആദ്യത്തെ ടാസ്ക് തമ്പുരാൻ അവതരിപ്പിക്കുകയാണ്. പറുദീസയുടെ നടുവിൽ ഒരു ചെറിയ വട്ടം വരച്ചു. ഇതിലേക്ക് പ്രവേശിക്കരുത്. ഒരു ചെറിയ അതിര് നിർണയിച്ചു. ഒരരുതും പറഞ്ഞു, ഭക്ഷിക്കരുത്. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഹൗവ പാമ്പിനോട് പറയുന്നു, തൊടുകയും അരുത് എന്ന് അവൻ കൽപ്പിച്ചു എന്നാ പറയുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം, 3-ാം അധ്യായം 3-ാം വാക്യം പരിചിതമായത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നടുവിലുള്ള വൃക്ഷത്തെ സമീപിക്കരുത്, ഫലത്തിൽ തൊടുക പോലും അരുത് എന്ന് യഹോവ കൽപ്പിച്ചു. തമ്പുരാൻ പറഞ്ഞു തീർന്നില്ല. ആദമും ഹൗവയും ഈ ചെറിയ വട്ടത്തിലേക്ക് അതിക്രമിച്ച് കടക്കുകയാണ്, അതിലംഘിക്കുകയാണ്. എന്തു സംഭവിച്ചു എന്ന് നന്നായി നമുക്കറിയാം. വലിച്ചെറിയപ്പെടുകയാണ്. പറുദീസയിൽ പാർക്കുവാൻ അവകാശമുണ്ടായിരുന്നവർ താഴെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. എന്തു സംഭവിച്ചു? അതിരുകൾ അതിലംഘിക്കുവാൻ, അരുതുകൾ നിഷേധിക്കുവാൻ ശ്രമിച്ചു. വല്ലാതെ വലിച്ചെറിയപ്പെട്ടു. സഹോദരങ്ങളെ, ജീവിതത്തിൽ അതിരുകൾ അതിലംഘിച്ചാൽ, അരുതുകൾ നിഷേധിച്ചാൽ ജീവിതത്തിന് അടി പറഞ്ഞു പോകും. പക്ഷേ ഈ ലോകം നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. അതിരുകളില്ലാതെ, അരുതുകളില്ലാതെ ജീവിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ കട്ടിച്ചൊന്നും 1.5-യും 2-ഉം 2.5-യും 3-ഉം വയസ്സ് പ്രായമുള്ള സ്വന്തം കുഞ്ഞുങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളും പേരക്കിടാങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയും, എൻ്റെ മോൻ, എൻ്റെ കൊച്ചുമകൻ എന്തോ ഒരു സ്മാർട്ടാണെന്നറിയാമോ? നമ്മുടെ പിള്ളേരെല്ലാം വളരെ സ്മാർട്ടാണ്, ഒരു തർക്കമില്ല. കുഴപ്പം എന്താണെന്നറിയാമോ? ഈ ഇത്തിരി പോന്ന കുരുന്നിൻ്റെ മുഖത്ത് ഒന്ന് കടുപ്പിച്ചു നോക്കി നോ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള അപ്പന്മാരും വല്യപ്പന്മാരും ഇന്നില്ല എന്നതാ പ്രശ്നം. ഇത്തിരി പോന്ന കൊച്ചിൻ്റെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ തൻ്റെ ഇടമില്ല. നോ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, കേൾക്കുന്നത് ഒട്ടും താല്പര്യമില്ല. നോ പറയാനും കേൾക്കാനും ഇഷ്ടമില്ലാത്ത തലമുറ നശിക്കും, ഉറപ്പാണ്. വചനത്തിന് ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ. എല്ലാറ്റിനും അതിരുകൾ കൃത്യമായി പാലിച്ചേ മതിയാകൂ. അരുതുകൾ ജീവിതത്തിൽ സ്വീകരിച്ചേ മതിയാകൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ,
കണ്ണിനും കാതിനും മനസ്സിനും നിലവുകൾക്കും നിരൂപണങ്ങൾക്കും എല്ലാറ്റിനും കൃത്യമായ ഒരു അതിര് തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ വിചാരം അതിരുകൾ അതിജീവിക്കുന്നതാണ് ജീവിതത്തിലെ പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നത് എന്നാണ്. ഇത് ലോകം നമ്മെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത്ഭുതത്തോടെ ചില മനുഷ്യരെ ഇന്നും ചൂണ്ടിക്കാട്ടി പറയുമല്ല, എന്തൊരു തേജസ്സാണ്, എന്തൊരു കാന്തിയാണ്, എന്ത് ഈ മനുഷ്യർക്ക് ഇത്രമാത്രം കാന്തി. കൃത്യമായി അവർ തിരിച്ചറിഞ്ഞു തമ്പുരാൻ തനിക്ക് നിശ്ചയിച്ച അതിരുകളും അരുതുകളും ഏതാണ്. അതിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് ഏതു മനുഷ്യനും വളർച്ചയും നശിക്കാത്ത സൗന്ദര്യവും ഉണ്ടാവുക. സഹോദരങ്ങളെ, നമുക്ക് വിചാരിക്കുന്നു നമുക്കൊത്തിരി സൗന്ദര്യമുള്ള മനുഷ്യരാണ്. കണ്ണാടി നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കണ്ണാടിക്ക് മുമ്പിൽ നാം പോയി നിൽക്കുമ്പോൾ കട്ടിച്ചാറടി പൊക്കവും 85 കിലോ തൂക്കവുമുള്ള ഈ മാംസപിണ്ഡത്തിൻ്റെ മനോഹാരിതയാണ് കണ്ണാടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ വിരൂപനാണ് സഹോദരങ്ങളെ. കരിവാളിച്ച മനുഷ്യനാണ്. ഒട്ടും കാന്തിയില്ലാത്ത, ഇത്തിരി സൗന്ദര്യമില്ലാത്ത വിരൂപനായ മനുഷ്യനാണ് ഞാൻ. കാരണം അതിരുകളില്ലാതെ അരുതുകളില്ലാതെ ജീവിക്കുകയാണ്. എവിടെ എനിക്ക് സൗന്ദര്യമുണ്ടാവും, എവിടെ എനിക്ക് കാന്തി ഉണ്ടാവും. അതുകൊണ്ട് ഈ നോമ്പെന്ന് പറയുന്നത് അതിരുകളും അതിർത്തികളും തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നിഷ്ഠയായി തിരിച്ചറിയുമോ? ജീവിതത്തിൽ ചില അതിർത്തികൾ തിരിച്ചറിയുവാൻ, അതിനുള്ളിൽ ജീവിക്കുവാൻ, അരുതുകൾക്ക് വിധേയപ്പെടുവാൻ നമുക്കാകുമോ? ഇതിനൊരു ബോധപൂർവമായ പരിശീലനം ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, കാരണം നാം ജീവിക്കുന്ന കാലം അത്രയ്ക്ക് പ്രതികൂലമാണ്. അതിരുകൾ വിശാലമാക്കുവാൻ, അരുതുകൾ വലിച്ചെറിയുവാൻ നിരന്തരം നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുക. കൂടെ പാർക്കുന്നവർ പോലും നമ്മെ വഴിതെറ്റിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപമെന്ന് പറയുന്നത് അതിരുകളും അരുതുകളും അതിജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഗതികെട്ട ശീലമെന്ന് തിരിച്ചറിയണം. കൃത്യമായി തിരിച്ചറിയണം തമ്പുരാൻ എനിക്ക് നിശ്ചയിച്ച അതിരുകളും അരുതുകളും ഏതാണ്. നമുക്ക് അഭിമാനത്തോടെ ആവർത്തിച്ച് പുലമ്പുന്ന ഒരു പ്രയോഗമാണ്, സ്വതന്ത്ര ഭാരതത്തിലാണ് നാം ജീവിക്കുക. സത്യമാണ്, സ്വതന്ത്ര ഭാരതത്തിലാണ് നാം ജീവിക്കുക. സാമ്രാജ്യത്യ അതീശ ശക്തികളും രാഷ്ട്രീയ അടിമത്തങ്ങളും ഒന്നുമില്ലാത്ത സ്വതന്ത്രമായ ഒരു കാലമാണ്. പക്ഷെ സത്യത്തിൽ നാം കിരാതമായ അടിമത്തത്തിലാണ് ഇന്നും ജീവിക്കുന്നത്. സാമ്രാജ്യത്യ അതീശത്വങ്ങളും രാഷ്ട്രീയ അടിമത്തങ്ങളും ദൃശ്യമായിരുന്നു, പ്രകടമായ അടിമത്തങ്ങളായിരുന്നു. ഇന്ന് പ്രകടമായ അടിമത്തങ്ങൾ അപ്രത്യക്ഷമായി. ഒട്ടും പ്രകടമല്ലാത്ത അദൃശ്യമായ അടിമത്തത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. എന്നെ നമ്മെ വല്ലാതെ വരിഞ്ഞു മുറുക്കിക്കളഞ്ഞു. ചിന്തിക്കുവാൻ പോലും ത്രാണിയില്ലാതിരിക്കത്തക്കവണ്ണം നമ്മെ വല്ലാതെ അടിമത്തത്തിലാക്കി ഈ ലോകം. ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി എല്ലാമുള്ള മനുഷ്യരാണ്, പക്ഷേ നാം അടിമയാണ് സഹോദരങ്ങളെ. എങ്ങനെ ജീവിക്കണം, എന്താലോചിക്കണം എന്ന് പോലും നമുക്ക് അവകാശമില്ലാത്ത ഒരു കാലമാണ്. കാരണം നമുക്ക് പുറത്തുള്ള പലതുമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. പക്ഷെ പ്രശ്നം ഇത് നാം പോലും അറിയുന്നില്ല എന്നാണ്. നമ്മൾക്കൊരു നെഞ്ചി പിരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വിചാരം ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണ്, ഞാൻ എന്തോ വലിയ സംഭവം എന്നാണ്. സത്യത്തിൽ ഞാൻ വെറും ഒരു അടിമയാണ്. ഞാൻ അറിയാതെ എന്നെ അടിമയാക്കി എന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കൗശലം. അദൃശ്യമായ അടിമത്തം അരങ്ങു വാഴുന്ന ഒരു ലോകമാണ്. ഇതിൽ ഏറ്റവും ശക്തിയുള്ള അതീശ ശക്തി എന്ന് പറയുന്നത് ഞാൻ പറയും മാധ്യമ ലോകമാണ്. എന്നെ ഇന്ന് വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ശക്തി ഈ മാധ്യമ ലോകമാണ്. ഈ ശക്തിയുടെ ഏറ്റവും മാരകമായ ആയുധം
പരസ്യങ്ങൾ എന്ന് പറയുന്നതാണ്. പണ്ടത്തെ പരസ്യത്തിൻ്റെ രീതിയും ഭാവവുമല്ല ഇന്ന്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അച്ഛന് വലിയ വിവരമില്ല, ഏത് മനുഷ്യനാണ് ഇന്ന് പരസ്യം നോക്കി പോകുക എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നാം പോലും അറിയാതെ ഇതൊക്കെ നമ്മെ കീഴ്പ്പെടുത്തുകയാണ്. പരസ്യങ്ങളിലും ചുറ്റുവട്ടങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട്, അൺലിമിറ്റഡ്. ഒട്ടുമിക്ക പരസ്യങ്ങളിലെ സ്ലോഗൻ ഒന്ന് പരിശോധിച്ചാൽ അറിയാം, ഈ വാക്കുണ്ടാവും, അൺലിമിറ്റഡ്. നമ്മെ വല്ലാതെ വഴിതെറ്റിക്കുന്ന ഒരു പ്രയോഗമാണ്. എല്ലാ മേഖലകളിലും അൺലിമിറ്റഡായി വാതിൽ നമുക്ക് തുറന്നു കിട്ടുകയാണ്. സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നവരാണ് നാമൊക്കെ. നമ്മൾ ആരുമറിയാതെ ചെയ്യുന്ന പരതുന്ന കാഴ്ചകൾ പോലും ഒരുത്തൻ നമുക്ക് മുമ്പേ കണ്ടുകൊണ്ട് നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നാം പോലും അറിയാതെ ഈ ലോകം നമ്മെ അടിമത്തത്തിലാക്കുകയാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മാസത്തിൻ്റെ ആരംഭത്തിലോ മാസത്തിൻ്റെ അവസാനത്തിലോ വീട്ടിൽ അമ്മ അടുക്കളയിലിരുന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരും. പതിവ് സാധനം വാങ്ങുന്ന പലചരക്ക് കടയിൽ കൊണ്ടുപോകണം, അവിടുത്തെ കടക്കാരന് ലിസ്റ്റ് കൊടുക്കണം, അവൻ തരുന്ന സാധനം ഒത്തു നോക്കണം, എണ്ണം സഞ്ചിയിലാക്കണം, വീട്ടിൽ കൊണ്ടുവരണം. മാസത്തിൽ ഒരിക്കലാണ് അന്ന് ഞാൻ കടയിൽ പോയിക്കൊണ്ടിരുന്നത്. കാലം മാറി, ലോകം ഒത്തിരി വികസിച്ചു. ഞാൻ കൂടുതൽ തിരുവല്ലയുമായിട്ടാണ് ചങ്ങാത്തം. ആഴ്ചയിൽ എത്ര ദിവസം ഞാൻ ഇന്ന് കടയിൽ കയറുന്നുണ്ടെന്നറിയാമോ? പണ്ട് അയൽപക്കത്തുള്ള പലചരക്ക് കടയിലായിരുന്നു എന്ന് മാത്രം. ഇന്ന് പുറമറ്റത്തുള്ള ഒരു കടയിലും പോകാറില്ല. തിരുവല്ലയിലെ കടയുടെ പേരൊക്കെ മാറി, നിങ്ങൾക്കറിയാമല്ലോ. എന്നെയൊക്കെ മാർക്കറ്റുകളാണ്. കടയുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന പല വലുപ്പത്തിലുള്ള വണ്ടികളുണ്ട്, ചാടുള്ളതും ചാടില്ലാത്തതുമൊക്കെ. ഇതും എടുത്തുകൊണ്ട് നാം നീങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ നാം ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത എത്രയോ സാധനങ്ങൾ ഈ കൊട്ടയിൽ കാണുമെന്നറിയാമോ? പണ്ട് നാം ചോദിക്കുന്ന സാധനം കടക്കാരൻ എടുത്തു തരും, വീട്ടിൽ കൊണ്ടുപോകും. ഇന്ന് എന്താ സംഭവിക്കുക? നാം പോലും ആഗ്രഹിക്കാത്ത സാധനം നാം അറിയാതെ നമ്മുടെ കൈകൾ എവിടെ കൊണ്ടെത്തിക്കും? നമ്മുടെ കൂടയിൽ കൊണ്ടെത്തിക്കും. ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയി ഫ്രിഡ്ജും അലമാരിയും ഒക്കെ ഒന്ന് പരതണം. സത്യത്തിൽ നമുക്കാവശ്യമുള്ള സാധനത്തെക്കാൾ എത്രയോ അധികമാണ് ഒട്ടും ആവശ്യമില്ലാത്ത സാധനം കുന്നുകൂടി കിടക്കുകയാണ്. ഇവിടെയാണ് ഞാൻ വലിയ ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള, ലോകവിവരമുള്ള മനുഷ്യനെന്ന അഭിമാനത്തിൻ്റെ മറുചിത്രം വെളിപ്പെടുത്തുന്നത്. ഈ ലോകം നമ്മെ വല്ലാതെ അടിമത്തത്തിലാക്കി. സഹോദരങ്ങളെ, തിരിച്ചറിയണം, ഈ അടിമത്തത്തിൽ നിന്ന് എനിക്ക് പിന്മാറിയേ മതിയാകൂ, ബോധപൂർവമായി ശ്രമിച്ചേ മതിയാകൂ. കാരണം അടിമപ്പെടുത്തുന്ന ശക്തി അത്രയ്ക്ക് കേമമാണ്. നിസാര ശക്തിയല്ല നമ്മെ കീഴ്പ്പെടുത്തുന്നത്, അത്രയ്ക്ക് ബലമുള്ള ശക്തി നമ്മെ വരിഞ്ഞുമുറക്കുകയാണ്. അതുകൊണ്ട് ഇത് പാപത്തിൻ്റെ അടിമത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുടഞ്ഞു കളഞ്ഞേ മതിയാകൂ. സഹോദരങ്ങളെ, നാം പ്രയോഗിക്കുന്ന ഭാഷ പോലും ഈ അടിമത്വത്തിൻ്റെ ഭാഷയാണ്. അതിരുകൾ അതിലംഘിക്കുവാൻ നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഭാഷയാണ്. ഒരു വാക്ക് മാത്രം പറയാം, അത് തെറ്റിദ്ധരിക്കരുത് ആ വാക്ക് പറയുന്നത് കൊണ്ട്. പണ്ടൊന്നും അത്ര പരിചിതമില്ലാതിരുന്ന ഒരു ചെറിയ വാക്കാണ് യൂണിസെക്സ് എന്നൊരു വാക്കുണ്ട്. ഇന്ന് ചെങ്ങന്നൂരും തിരുവല്ല ടൗണിൽ കൂടെ കടന്നു പോകുമ്പോൾ പല കടയുടെയും മുന്നിൽ ഈ ചെറിയ ബോർഡ് തൂക്കിയിടും, അല്ലേ? യൂണിസെക്സ്. സ്ത്രീ വിരുദ്ധനായി ഒന്നും എന്നെ ചിത്രീകരിക്കരുത്, ദൈവത്തെ ഓർത്ത്. എന്താണ് ഈ വാക്കിൻ്റെ സൂചന? പണ്ട് വർഷത്തിൽ 1-2 പ്രാവശ്യം വീട്ടിലെ അപ്പൻ, ചിലപ്പോൾ അമ്മ ഒരുമിച്ച് പോയി ജൗളിക്കട, ഇൻവേർട്ടഡ് കോമ, ജൗളിക്കടയിൽ പോവും. അപ്പച്ചനും അമ്മച്ചിക്കും ചെറുക്കനും പെണ്ണിനും അനിയനുമെല്ലാം കുറേ വസ്ത്രം വാങ്ങി വീട്ടിൽ വരും. വാങ്ങിക്കൊണ്ട് വന്ന് ഇത് എവിടെ എവിടെയും ഈ സഞ്ചി ഇടും. പിള്ളേരെല്ലാം കൂടി ആവേശത്തോടെ 1-2 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം തിരിച്ചു വെച്ച് അപ്പച്ചനിത്, അമ്മച്ചിക്കിത്,
ചേട്ടനിത്, കുഞ്ഞിനിത്, അനിയനിത് വേഗത്തിൽ തിരിച്ചറിഞ്ഞ് മാറ്റും. ഇന്ന് ടെക്സ്റ്റൈലിലും കഴിഞ്ഞ് ഇപ്പം എല്ലാം ബ്യൂട്ടിക്കാണല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ 3-4 സഞ്ചി കൊണ്ട് വലിച്ചെറിയും. ഒന്നല്ല രണ്ട് രാത്രി മുഴുവനും തിരഞ്ഞാലും മനസ്സിലാവില്ല അപ്പച്ചൻ്റെ തുണി ഏതാണ്, അമ്മച്ചിയുടെ തുണി ഏതാണ്, മോടെ തുണി ഏതാണ് എന്ന്. 70 വയസ്സുള്ള അമ്മയും 45 വയസ്സുള്ള മകളും 17 വയസ്സുള്ള കൊച്ചുമകളും ഇടുന്നത് ഏതാണ്ട് സമാനമായ ഡ്രസ്സാണ്. ഇതിൻ്റെ പേരാണ് യൂണിസെക്സ്. പണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരിയച്ഛൻ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ പൂമുഖത്ത് ചുമ്മാതെ നോക്കും, എത്ര ചെരുപ്പുണ്ട്. 12 ചെരുപ്പുണ്ട്. 7 സ്ത്രീകളും 5 പുരുഷന്മാരും. ചെരുപ്പ് നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു ആണെത്ര പെണ്ണെത്ര. ഇന്ന് ചെരുപ്പ് നോക്കിയാൽ ഒരു പിടിയും കിട്ടില്ല. അതിൻ്റെ പേരാ യൂണിസെക്സ്. അങ്ങനെ എത്രയോ ഉദാഹരണം പറയാനുണ്ട്. ഘടനാപരമായി തമ്പുരാൻ നിശ്ചയിച്ച അതിരുകൾ പോലും വലിച്ചെറിയപ്പെടുന്ന ഗതികെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് ഒന്നാമത് ഓർമ്മിപ്പിക്കാനുള്ളത്, സൂക്ഷ്മമായി തിരിച്ചറിയണം എൻ്റെ അതിരുകളും എനിക്ക് തമ്പുരാൻ നിശ്ചയിച്ച അരുതുകളും ഏതാണ്. രണ്ടാമത്, വളരെ പരിചിതമായ യാക്കോബ് ശ്ലീഹായുടെ വാക്യമാണ്. എന്താണ് പാപം? 4-ാം അധ്യായം 17-ാം വാക്യം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നാം ഇന്ന് ചെയ്യാതെ പോകുന്ന തിന്മകളെ കുറിച്ച് മാത്രം സംസാരിക്കുകയാണ്. കുമ്പസാര കാലമാണല്ലോ. കുമ്പസാരിപ്പിക്കുന്നവർക്കും കുമ്പസാരിക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെട്ട് എത്ര ബോധമുണ്ട് എന്ന് നാം ചിന്തിച്ചു കൊള്ളുക. ചെയ്യാതെ പോകുന്ന തിന്മകളെ കുറിച്ചേ നമുക്ക് സംസാരിക്കാനുള്ളൂ. ചെയ്യാതെ പോകുന്ന നന്മകൾ നമുക്ക് പ്രസക്തമല്ലേ? ചെയ്യുന്ന തിന്മകളേക്കാൾ എത്രയോ അധികമാണ് ചെയ്യാതെ പോകുന്ന നന്മകൾ എന്ന് തിരിച്ചറിയണം. തിന്മ ചെയ്യുന്നത് മാത്രമല്ല പാപം, നന്മ ചെയ്യാതിരിക്കുന്നത് അതിനേക്കാൾ മുഴുത്ത പാപമാണ് സഹോദരങ്ങളെ. ഹാവേലും കയീനും ദൈവത്തിന് വഴിപാട് സമർപ്പിക്കുന്നു. ഹാവേലിൽ ദൈവം പ്രസാദിക്കുന്നു. വിഷണ്ണനാകുന്ന കയീനെ നോക്കി തമ്പുരാൻ പറയുകയാണ്, നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു എന്നാ പറയുന്നത്. ചെയ്യാതെ പോകുന്ന നന്മ പാപമാണ് എന്ന് തിരിച്ചറിയണം സഹോദരങ്ങളെ. തിന്മ ചെയ്യാതിരിക്കൽ മാത്രമല്ല, നന്മ ചെയ്യാതിരിക്കുന്നതും ഒരു പ്രശ്നമാണ്. എന്താണ് നന്മ? വളരെ ലളിതമായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വെച്ച ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മഹത്വമാണ് മനുഷ്യന് നാം തന്നെ സമ്മാനിക്കുന്നത്. നാം തന്നെ പറയും, ഉത്കൃഷ്ട സൃഷ്ടിയാ മനുഷ്യൻ. എന്താണ് കാരണം? മനുഷ്യരൊഴിച്ച് മറ്റൊരു ജീവിക്കും ജന്തുജാലങ്ങൾക്കും സ്വന്തം നിലനിൽപ്പ് മാത്രമാണ് പ്രശ്നം. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് മറ്റെല്ലാ ജീവികളും പ്രയത്നിക്കുന്നതും ജീവിക്കുന്നതും. പക്ഷെ മനുഷ്യൻ തനിക്ക് പുറത്തുള്ളതിന് നിലനിൽപ്പ് വിഷയമാണ്. ഇതിൻ്റെ പേരാ നന്മ എന്ന് പറയുക. മറ്റു സൃഷ്ടിയുടെ പ്രകൃതം അവനവൻ്റെ നിലനിൽപ്പ് മാത്രമാണ്. മനുഷ്യൻ്റെ പ്രകൃതം തനിക്ക് പുറത്തുള്ളതിൻ്റെ നിലനിൽപ്പ് വിഷയമാണ്. ഇതിൻ്റെ പേരാ സത്യത്തിൽ നന്മ എന്ന് പറയുക. അതുകൊണ്ടാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്, നന്മ ചെയ്യാതിരിക്കുന്നത് പെരുത്ത പാപമാണ് എന്ന്. അതുകൊണ്ട് നാം ഉറപ്പാക്കണം, ചെയ്യാതെ പോകുന്ന തിന്മകളെക്കാൾ പ്രശ്നം ചെയ്യാതെ പോകുന്ന നന്മകളാണ് സഹോദരങ്ങളെ. തിന്മയിൽ നിന്ന് ഒഴിയുന്നത് പോലെ തന്നെ പ്രസക്തമാണ് നന്മ ചെയ്യുക എന്നത്. അതുകൊണ്ട് തീർച്ചയായും പാപത്തിൻ്റെ വളരെ സുന്ദരമായ സൂചനയാണ് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. എനിക്ക് തോന്നുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. കാരണം നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയില്ലേ? കാരണം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ
കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികമായി നൽകുമെന്നാണ്. എന്നാൽ ലൂക്കോസ് എവങ്കലിസ്ത 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതേ വാക്യം പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകുമെന്നാണ്. നന്മ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് സഹോദരങ്ങളെ. ഉള്ളിലുള്ള ആത്മാവ് നിരന്തരമായി പ്രചോദിപ്പിക്കുകയാണ്, ഇത് നന്മയാണ്, ഇത് ചെയ്തേ മതി എന്നുള്ള പ്രചോദനം ഉള്ളിൻ്റെ ഉള്ളിൽ സജീവമായി നിലനിൽക്കുമ്പോഴും നാം അതിനെ അവഗണിക്കുമ്പോൾ അതിൻ്റെ പേര് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമെന്നല്ലേ? അത് കുറെ കൂടി ഗൗരവമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ നേരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കും, പരിശുദ്ധാത്മാവ് വിരോധമായി പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നാ പറയുക. നന്മ ചെയ്യാതിരിക്കൽ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നന്മ ചെയ്തേ മതിയാകൂ. നന്മയ്ക്ക് നേരെ മുഖം തിരിക്കുന്നത്, നന്മ കണ്ടില്ല അത് നടിക്കുന്നത് അപകടമാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലമല്ലേ. നോമ്പുകാർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടുന്ന അധ്യായമാണല്ലോ യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായം. ഈ അനുഷ്ഠാനത്തിൻ്റെ കണ്ടന്റ് എന്താണ്, സ്ട്രക്ചർ എന്താണ്, അനുഗ്രഹം എന്താണ്, ഇതൊക്കെ സുന്ദരമായി പ്രവാചകൻ 58-ാം അധ്യായത്തിൽ വിശദമാക്കുകയാണ്. നമുക്കറിയാം, എല്ലാ സാധനത്തിനും ഒരു സ്ട്രക്ചറുണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു രൂപമുണ്ട്, ഒരു സത്തയുണ്ടാവും. നോമ്പിൻ്റെ സ്ട്രക്ചർ, രൂപം നമുക്കറിയാം. ഉപവസിക്കണം, കുമ്പിടണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ അതിൻ്റെ ഒരു ബാഹ്യമായ സ്ട്രക്ചറാണ്. ഇതിൻ്റെ കണ്ടന്റ് എന്താണ്? 58-ാം അധ്യായം 7-ാം വാക്യം പരിചിതമാണ്. വിശപ്പുള്ളവന് അപ്പം നുറുക്കിക്കൊടുക്കുക, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക, പരദേശിയെ വീട്ടിൽ ചേർത്തുകൊള്ളുക, നിന്നെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ മറയ്ക്കാതിരിക്കുക എന്നാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ ഉദാസീനത കാട്ടുന്നുവെങ്കിൽ തിരിച്ചറിയണം, ഇത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. ഇത് നാം ഏറെ താല്പര്യത്തോടെ മനസ്സിൽ ചേർത്ത് നിർത്തുന്ന ഒരു വാക്കാണ് പ്രൈവസി, സ്വകാര്യത എന്ന് പറയുന്നത്. ലോകം വല്ലാതെ വികസിക്കുന്നു, ഞാൻ വല്ലാതെ ചുരുങ്ങുകയാണ്. ഞാനും ഒരു കൊച്ചു ലോകവും അതിനു മീതെ ഒരു ദൈവവും. എല്ലാ മനുഷ്യരും ദൈവാനുഭവമുള്ള ദൈവോത്മുഖമായ മനുഷ്യരാണ്. ആർക്കും ദൈവനിഷേധമൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രശ്നം കൊച്ചു ലോകവും അതിനു മീതെ ഒരു ദൈവവുമാണ്. പണ്ട് കണക്ക് പഠിച്ചപ്പോൾ ഓർമ്മയിലുള്ളൊന്നുണ്ട്, ലിമിറ്റ് ടെൻസ് ടു സീറോ എന്ന പ്രയോഗമുണ്ട്. ചുരുങ്ങി 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 അങ്ങ് ഇല്ലാതാക്കാൻ പോവുകയാണ്. അമ്മാതിരിയാണ് നമ്മുടെ ജീവിതം. വികസിക്കുന്ന ലോകത്ത് നാം നമ്മിലേക്ക് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായൊരു ചുരുങ്ങലാണ് സഹോദരങ്ങളെ. ഞാനും നിങ്ങളും ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുവാൻ ഈ ഭൂമുഖത്തേക്ക് അയക്കപ്പെട്ട മനുഷ്യരല്ല. ക്രിസ്തുവിനെ കുറിച്ച് മഹാനായ ബോൺഹോവർ പറയുന്നത് എ മാൻ ഫോർ അതേഴ്സ് എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യനാണ് ക്രിസ്തു. മാത്രമല്ല, ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ്. എൻ്റെ നിലനിൽപ്പല്ല പ്രശ്നം, അവരെൻ്റെ നിലനിൽപ്പാണ് എൻ്റെ വിഷയം. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുക എന്നാണ്. നാം ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏർപ്പാടിലാണ്. പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനാവാതെ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുക സഹോദരങ്ങളെ? നോമ്പിൻ്റെ 2-ാമത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയുടെ ഞായറാഴ്ചയാണ്. കാലങ്ങളായി ദേവാലയത്തിൽ ഈ എവങ്കേലിയോൻ ഭാഗം വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എത്രയോ വികാരാധീനരായി പോകാറുണ്ട്. വല്ലാതെ വികാരത്തിന് അടിമപ്പെട്ട് നാം വല്ലാതെ അസ്വസ്ഥരായി, ഖിന്നരായി, ദുഃഖിതരായി പോകില്ലേ? എന്തൊരു കർത്താവിൻ്റെ മനസ്സലിവ്, എന്തൊരു കരുണ! ഇതൊക്കെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു വികാരാധീനതയാണ്. സത്യത്തിൽ ഞാൻ പറയും, കുഷ്ഠരോഗിയായ മനുഷ്യൻ്റെ മുഖത്ത് നാം ഒന്ന് നോക്കണം. ഞാൻ പറയും, അവൻ്റെ മുഖം വ്യത്യസ്തമായൊരു മുഖമാണ്. അപാരമായ ആത്മാഭിമാനത്തോടെ
അപാരമായ ആത്മബലത്തോടെ ക്രിസ്തുവിന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ പുരുഷാരം കേൾക്കെ വിളിച്ചു പറഞ്ഞത് എന്താണ്? നിനക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ഒരു കരുണയും ഇരക്കുന്നില്ല, ഒരു ദയവും അർത്ഥിക്കുന്നില്ല. ഞാൻ പറയും, അവൻ ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം വിളിച്ചു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാൻ ഗതി പിടിക്കണമെങ്കിൽ നീ കൂടി വിചാരിക്കണമെന്നാണ്. എത്രയോ മനുഷ്യരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരസ്പരം നാം പറയും, എൻ്റെ പൊന്നച്ചോ അവൻ ഒരിക്കലും നന്നാവൂല, അവൻ നന്നാവൂല എന്ന് നാം വിധി എഴുതുമ്പോൾ മറക്കരുത്, ഞാനും നീയും അതിന് കാരണമാണ് സഹോദരങ്ങളെ. എനിക്ക് ഗതി പിടിക്കണമെങ്കിൽ നീ കൂടി വിചാരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നാം വല്ലാതെ വ്യാകുലപ്പെടാറുണ്ട്. സത്യത്തിൽ തമ്പുരാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് ഒരു പ്രശ്നവുമില്ല. കാരണം അത് നിലനിൽപ്പിനുള്ള കാരണമുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന് മനോഹാരിത എന്താണ് സഹോദരങ്ങളെ? എണ്ണിയാൽ ഒടുങ്ങാത്ത സൃഷ്ടി വൈജാത്യത്വത്തിന്റെ സഹസാന്നിധ്യമാണ്. ഈ പ്രപഞ്ചത്തിനൊരു അതിജീവന മന്ത്രമുണ്ട്. സിമ്പിളാണ്. എനിക്ക് നീയും നിനക്ക് ഞാനും കൂടിയേ തീരൂ എന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വം. എനിക്ക് നിലനിൽക്കണമെങ്കിൽ നീയും, നിനക്ക് നിലനിൽക്കണമെങ്കിൽ ഞാനും കൂടിയേ തീരൂ എന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന മന്ത്രം. നിർഭാഗ്യവശാൽ എവിടെ വെച്ചോ ഈ മന്ത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. സെൽഫ് എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിൽ കടന്നുകൂടി. കഴിഞ്ഞ കുറെ നാളുകളായി ഈ സെൽഫ് പ്രിഫിക്സായി വരുന്ന എത്രയോ വാക്കുകൾ നാം സ്ഥിരം ഉപയോഗിക്കുകയാണ്. ഈ ഞാനെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പ്രതിഭാസമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന അബദ്ധമായ ധാരണ. നീയില്ലാതെ ഞാനെന്ന ബോധം എന്നേ നമുക്ക് നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ. അതുകൊണ്ട് നാം തിരിച്ചറിയണം, നന്മ എന്ന് പറയുന്നത് നിന്റെ കൂടി നിലനിൽപ്പ് ഞാൻ ഉന്നം വയ്ക്കുന്നതിൻ്റെ പേരാ നന്മ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ അപാരമായ വീര്യത്തോടെ ആത്മാഭിമാനത്തോടെ പരസ്പരം പറയും, എൻ്റെ പൊന്നച്ച ഒരുത്തൻ്റെയും ഔദാര്യം എനിക്ക് വേണ്ട എന്നൊക്കെ. എനിക്ക് തോന്നിപ്പോകാറുണ്ട്, ഞാൻ എത്രയോ മണ്ടനാണ്. ലോകത്തേത് മനുഷ്യനാണ് ഒരു മനുഷ്യൻ്റെയെങ്കിലും ഔദാര്യമില്ലാതെ ജീവിക്കാനാവുക? ലോകത്തേറ്റവും കൂടുതൽ ഔദാര്യം വാങ്ങിയ മനുഷ്യന്റെ പേരെന്തെന്നറിയാമോ? നസ്രായക്കാരൻ യേശുവാണ്. പിറക്കുവാൻ ഗർഭപാത്രം മുതൽ കബറടങ്ങുവാൻ കല്ലറ വരെ ഔദാര്യം സ്വീകരിച്ച മനുഷ്യനാണ് ക്രിസ്തു. അവന്റെ പേര് പറഞ്ഞാ പറയുന്നത്, ഒരുത്തന്റെയും ഔദാര്യം എനിക്ക് വേണ്ട. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഔദാര്യം കൊടുത്തും ഔദാര്യം വാങ്ങിയുമേ ജീവിക്കാനാവൂ. ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് നിലനിൽക്കാനാവില്ല. ഒരു മനുഷ്യനെന്നല്ല, ഒരു സൃഷ്ടിക്കും അതിൽ തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. സൃഷ്ടികൾ പരസ്പരം കൈകോർക്കുമ്പോഴാണ് എല്ലാറ്റിനും നിലനിൽപ്പുണ്ടാവുക. ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ബോധമുണ്ടാവുക. ദുരന്തങ്ങൾ വരുമ്പോൾ ഈ ബോധമുണ്ടാവും, നീ കൂടിയേ തീരൂ എനിക്ക് എന്ന്. വെള്ളപ്പൊക്കമുണ്ടായി, കൊറോണ കാലം കഴിഞ്ഞു, വീണ്ടും നമ്മൾ പഴയ പടിയിലേക്ക് പോകിക്കൊണ്ടിരിക്കുക. എങ്കിലും ഈ കാലത്തെങ്കിലും നാം തിരിച്ചറിഞ്ഞു, എനിക്ക് മറ്റു പലരും കൂടിയേ തീരുവെന്ന്. അല്ലാത്തപ്പോഴൊക്കെ നാം വിചാരിക്കും, എനിക്ക് ഞാൻ മാത്രം മതി. കീശയിലെ കാശിന്റെ കിലുക്കം കൊണ്ട് ജീവിതത്തിൽ ഔദാര്യത്തെ മനസ്സിലാക്കരുത്. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തെ കെട്ടിപ്പൊക്കുന്നത് കീശയിലെ കാശിന്റെ വലിപ്പം കൊണ്ടാണ്. അവിടെയാണ് നാം തെറ്റിദ്ധരിക്കുന്നത് എനിക്കെല്ലാം ഉണ്ട് എന്ന്. നീയില്ലാതെ എനിക്കെന്ത് നിലനിൽപ്പാണുള്ളത്? പരസ്പരം തിരിച്ചറിയണം. എനിക്ക് നീയും നിനക്ക് ഞാനും കൂടിയേ തീരൂ എന്ന് സഹോദരങ്ങളെ. ദുരന്തങ്ങൾ വരുമ്പോൾ മനസ്സിലാകുന്നത് ഈ നോട്ടിന് ഒട്ടും വിലയില്ല എന്ന്. വെള്ളപ്പൊക്ക കാലത്ത് വീടിൻ്റെ ഉമ്മറത്തും അങ്ങ് മുകളിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കയറിയിരുന്നു. കയ്യിൽ നമ്മുടെ എത്രയോ ATM കാർഡ് ഉണ്ടായിരുന്നു. ഈ കാർഡിന് വല്ല ഉപയോഗം ഉണ്ടായോ? 2000 കളറുള്ള നോട്ട് എത്രയുണ്ടായിരുന്നു? വല്ല പ്രയോജനം ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായില്ല. നൊന്തുപറ്റ് വളർത്ത് വലുതാക്കി വിദേശത്ത് കാശ് കൊടുത്ത് ലോൺ എടുത്ത് പഠിക്കാൻ പറ്റിയ പിള്ളേർ, അവരൊക്കെ പറഞ്ഞ് സോറി അച്ഛാ, വരാനൊരു
നിവൃത്തിയുമില്ല. വന്നാൽ തന്നെ നിയമം അനുവദിക്കത്തില്ല, ശവത്തെ തൊടാൻ പറ്റില്ല. നാട്ടും പുറത്ത് നല്ല മനസ്സുള്ള ചെറുപ്പക്കാർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെ പോയത്? കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടത് എന്ന് മറക്കരുത്. ATM കാർഡിന് വിലയില്ലെന്നും 2000 നോട്ട് വെറും കടലാസാണെന്നും തിരിച്ചറിയുന്നത് ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നീയും നിനക്ക് ഞാനും കൂടിയേ തീരൂ. എവിടെ തീരുന്നില്ല. പേരറിയാത്ത, നമ്മുടെ കണ്ണിന് വഴങ്ങാത്ത എത്രയോ സൂക്ഷ്മജീവികൾ പോലും നമുക്ക് അനിവാര്യരാണ്. മാവ് പൂക്കുമ്പോൾ, പ്ലാവ് കായ്ക്കുമ്പോൾ നമ്മൾ പറയും ഇപ്രാവശ്യം ഭയങ്കര കായുവാണ്. എന്തോ ചെയ്തിട്ടാ? ഉണ്ടും ഉറങ്ങിയും TV കണ്ടും മൊബൈൽ തെള്ളിയിരിക്കുക. പേരറിയാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എത്രയോ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുമ്പോഴാണ് മാവ് പൂക്കുന്നത്, പ്ലാവ് കായ്ക്കുന്നത് എന്നോർമ്മയില്ലേ? ഏതിനാ കാശ് കൊടുത്തിട്ടുള്ളത്? ഏതിനെയാണ് നാം വളർത്തിയിട്ടുള്ളത്? പോട്ടെ, 1 ലിറ്റർ പാല് വാങ്ങി വെള്ളം ചേർക്കാതെ കാച്ചി വെച്ചു. ഒരു രാത്രി മുഴുവനും നമ്മുടെ കൈ കൊണ്ട് തിളക്കിക്കൊണ്ടിരുന്നാൽ രാവിലെയാകുമ്പോൾ ഈ സാധനം തൈരാകുമോ? പേരറിയാത്ത, കണ്ടിട്ടില്ലാത്ത സൂക്ഷ്മജീവികൾ ഉള്ളത് കൊണ്ടല്ലേ പാല് തൈരാകുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞാലും തീരില്ല. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇനിയെങ്കിലും തലയ്ക്കകത്തൊരു ലഡു പൊട്ടണം. എനിക്ക് നീയും നിനക്ക് ഞാനും കൂടിയേ തീരൂ. പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികളും കൈകോർക്കുമ്പോഴാണ് എനിക്കൊരു നിമിഷം ഈ ഭൂമുഖത്ത് പാർക്കുവാൻ കഴിയുക. വീട്ടിൽ 1 മാസം ഉപയോഗിക്കുന്ന എല്ലാറ്റിനും കൃത്യമായ അളവുണ്ട്. അരി ഇത്ര കിലോ, പഞ്ചസാര ഇത്ര കിലോ, എണ്ണ ഇത്ര കിലോ, കൃത്യം കണക്കുണ്ട്. ഒരു കണക്കുമില്ലാതെ, അളവില്ലാതെ വാരി അകത്താക്കുന്ന ഒരു സാധനമുണ്ടല്ലോ. എന്താ അത്? ആരെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് ഈ സാധനത്തിന് ഇത്രയും വിലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുക. വാരി അകത്താക്കിയ ഈ സാധനം ആരോട് കണക്ക് പറയുന്നുണ്ട്? ആർക്ക് നയ പൈസ കൊടുക്കുന്നുണ്ട്? സഹോദരങ്ങളെ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, വൃക്ഷങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തു തള്ളുന്നത്. ആ കണക്കെടുത്താൽ എനിക്ക് ഒരു നിമിഷം ജീവിക്കാൻ അനുവാദമില്ല. കാരണം ഞാൻ പാർക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ചെടി പോലെയില്ല. എന്നിട്ടും ഇന്നും വാരി അകത്താക്കുക ഓക്സിജൻ. എന്നിട്ടും പറയാണ് ഞാനെന്തോ സാധനമാണെന്നാ. അതുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിയണം, നന്മയെന്ന് പറയുന്നത് എനിക്ക് പുറത്തുള്ള സകല സൃഷ്ടികളുടെയും നിലനിൽപ്പാണ്. അതിൻ്റെ നിലനിൽപ്പ് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുന്നതല്ലെങ്കിൽ അത് കൊടും പാതകമാണ്, മഹാപാപമാണ് എന്ന് തിരിച്ചറിയണം. അവസാനമായി, പാപമെന്ന് പറയുന്നത് അർഹതയില്ലാതെ അനുഭവിക്കുന്നതാണ് പാപം. നമ്മൾ അവകാശത്തെക്കുറിച്ച് വല്ലാതെ വാചാലമാകും. എൻ്റെ അവകാശമാണ്, എൻ്റെ നിയോഗമാണ് എന്നൊക്കെ. സഹോദരങ്ങളെ, അവകാശത്തേക്കാൾ അപ്പുറമായി കൃത്യമായി നാം പരിഗണിക്കേണ്ടുന്ന വിഷയം അർഹത എന്ന വാക്കാണ്. അർഹതയില്ലാതെ അനുഭവിക്കുന്നത് പാപമാണ്. പരിചിതമായ സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്, അനനിയ സഫീറ വിറ്റു വില കൊണ്ടുവന്നു, കാൽക്കൽ വെച്ചു, അല്പം മാറ്റിവെച്ചു. അർഹതയില്ലാതെ അനുഭവിക്കുന്നത് പാപമാണ് സഹോദരങ്ങളെ. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ അനുഭവം നമുക്കറിയാം. വേണമെങ്കിൽ രാജാവിന് ബത്ശേബയെ സ്വന്തമാക്കാൻ അവകാശമുണ്ടായിരിക്കാം. അർഹതയില്ല, കൊടുത്ത പാപമാണ്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവെന്ന നിലയിൽ വേണമെങ്കിൽ അവകാശമുന്നയിക്കാം, പക്ഷേ അർഹതയില്ല സഹോദരങ്ങളെ. അർഹതയില്ലാതെ അനുഭവിക്കുന്നത് പാപമാണ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം കയ്യിൽ ഇപ്പോൾ ഒരു ചെറിയ പേഴ്സെങ്കിലും ഉണ്ടാവും. കുറേ നോട്ടുകളും ഉണ്ടാവും. ഉദാഹരണത്തിന് എൻ്റെ പേഴ്സിൽ ഒരു 3000 രൂപ ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾ വിചാരിക്കും, നമുക്ക് അർഹതപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, ആരോടും അപഹരിക്കാതെ എൻ്റെ അധ്വാന ഫലം 3000 രൂപ എൻ്റെ പേഴ്സിലിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് പാപം. കാരണം ഇതിനേക്കാൾ അർഹതയുള്ള അനവധി പേർ എൻ്റെ ചുറ്റുവട്ടത്ത് ഈ രാത്രിയിൽ ജീവിക്കുമ്പോഴാണ് 3000 രൂപ എൻ്റെ പേഴ്സിൽ വിശ്രമിക്കുന്നത്. ഇതിൻ്റെ പേരാണ് പാപം. അർഹതയില്ല സഹോദരങ്ങളെ അനുഭവിപ്പാൻ.
വിവാഹ വാർഷികത്തിന് ബർത്ത്ഡേക്ക് 41ാമത്തെ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങാൻ പോവുകയാണ്, 3500 രൂപയുടേത്. എൻ്റെ കാശ്, എൻ്റെ ബർത്ത്ഡേ, എൻ്റെ ഉടുപ്പ്. സഹോദരങ്ങൾ, ഇതിൻ്റെ പേരാണ് പാപം. കീറിപ്പോയ യൂണിഫോമിന് വേണ്ടി കരയുന്ന 2 പിള്ളേർ തൊട്ടയൽപക്കത്ത് താമസിക്കുന്നു 3 ആഴ്ചയായിട്ട്. അപ്പോഴാണ് 3500 രൂപയ്ക്ക് 41ാമത്തെ ഷർട്ട് ഞാൻ വാങ്ങുന്നത്. ഇതിൻ്റെ പേരാണ് പാപം. അർഹതയില്ലാതെ അനുഭവിക്കുന്നത് പാപമാണ് സഹോദരങ്ങളെ. ആശുപത്രിയിൽ പോകുവാൻ, ഓട്ടോ പിടിക്കുവാൻ നിവൃത്തിയില്ലാത്തവൻ അയൽപക്കത്ത് താമസിക്കുമ്പോഴാണ് 7, 8, 10, 15 ലക്ഷം വിലയുള്ള കാറിൽ നാം സവാരി ചെയ്യുന്നതും വർഷാവർഷം ഇത് മാറുന്നതും. ഇതിൻ്റെ പേരാണ് പാപം. ലക്ഷങ്ങൾ മുടക്കി സെന്റിന് വിലയുള്ള തുണ്ടുഭൂമി സ്വന്തമാക്കുമ്പോൾ മറക്കരുത്, ഒരു കുടിലുണ്ടാക്കുവാൻ 2 സെന്റ് ഭൂമി സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പുറത്ത് കുറേ മനുഷ്യർ. ഇതിൻ്റെ പേരാണ് പാപം. അർഹതയില്ലാതെ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് പാപം. പള്ളിയുടെ നിർമ്മാണ ബഡ്ജറ്റും കണക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്നതാണ് വിചിത്രമായ വിരോധാഭാസം. നമ്മുടെ പള്ളികളുടെ സൗധങ്ങളുടെ നിർമ്മാണ ചെലവ് കേൾക്കുമ്പോൾ കുറ്റബോധം തോന്നില്ല എങ്കിൽ എന്ന് നമുക്ക് കുറ്റബോധം തോന്നും. 8, 10 കോടി മുടക്കി പള്ളി പണിതുയർത്തുമ്പോൾ മറക്കരുത്, മഴക്കാലമാകുമ്പോൾ എവിടെയാണ് ചോരാത്ത ഇടമെന്ന് പരതി നടക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മോടൊപ്പം ആരാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അർഹതയില്ലാതെ അനുഭവിക്കുന്നത് മുഴുത്ത പാപമാണെന്ന് തിരിച്ചറിയാൻ നമുക്കാവണം. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നാം വിചാരിക്കും മാതിരി നിസാരമായി അവഗണിക്കാവുന്ന, മറന്നുകളയാവുന്ന ഒരു ക്ലീശയ വാക്കല്ല പാപം. മറിച്ച് എൻ്റെ ജീവിതത്തെ കുന്നാക്കുന്ന, ജീവിതത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്ന, നിരന്തരമായി ഗൗരവത്തോടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഓർമ്മപ്പെടുത്തലാണ് പാപം എന്ന വാക്ക്. ലക്ഷ്യം തെറ്റിക്കുകയാണ് നമ്മെ. ശക്തനായ എതിരാളി കൂടെയിരിക്കുകയാണ്. പ്രലോഭനങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, മോഹങ്ങളിലൂടെ നമ്മെ വല്ലാതെ വഴിതെറ്റിക്കുകയാണ്. വീണുപോകുവാൻ പാടില്ല. നോമ്പിലെങ്കിലും തിരിച്ചറിയണം ഒരു പാപബോധത്തിൻ്റെ നൊമ്പരം. പാപബോധമില്ലാത്ത ജനം നശിക്കും. ദൈവത്തിന് പോലും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പാപബോധമില്ലാത്തവരെ രക്ഷിക്കാൻ തമ്പുരാന് പോലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. വചനത്തിൻ്റെ സൂചന അങ്ങനെയല്ലേ? നിനിവേയിലെ ജനം ഒരു ദിവസത്തെ പ്രസംഗം കേട്ടു, അനുതാപത്തിലേക്ക് ഓടിയെത്തി. യോനായുടെ പ്രസംഗം തീഷ്ണമായ പാപബോധം ഉളവാക്കി. സഹോദരങ്ങളെ, നോമ്പിൻ്റെ ദിനത്തെങ്കിലും നമുക്കൊരു പാപബോധത്തിൻ്റെ ഇത്തിരി വേദന അനുഭവിക്കാനാകുമോ? അനുതാപത്തിലേക്ക് മടങ്ങി വരുവാനാകുമോ? വായിക്കും മാതിരി അവന് സുബോധം വന്നിട്ട്, ഇംഗ്ലീഷിൽ വായിക്കുന്നു, when he came to himself. നാം നമ്മുടെ പുറത്ത് വല്ലാതെ വ്യവഹരിക്കുകയാണ്. നമുക്ക് നമ്മിലേക്ക് മടങ്ങി വരാനാകുമോ? അപ്പോൾ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ ഞാൻ എത്രമാത്രം തകർന്ന് തരിപ്പണമായ മനുഷ്യനാണ്. പാപത്തിൻ്റെ ക്രൂരമായ ആക്രമണം മൂലം എത്ര തകർക്കപ്പെട്ട, മുറിവേൽക്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ. തിരിച്ചറിയണമെങ്കിൽ നാം നമ്മിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. അങ്ങനെ മടങ്ങി വരുവാനും പാപബോധം മൂലം ദൈവസന്നിധിയിൽ നൊമ്പരപ്പെടുവാനും ഈ അനുഷ്ഠാനം മുഖാന്തരമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അനുഗ്രഹീതമായ അവസരം എനിക്ക് സമ്മാനിച്ച അഭിമന്യനായ തിരുമനസിനോട്, കേട്ട നിങ്ങളോട് ദൈവനാമത്തിൽ എന്നെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് ജീവനിൽ എന്നും നമ്മെ നിലനിർത്തട്ടെ.